കൊണ്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി പോലീസും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ടീം, അവരൊക്കെ അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് അതിന് പ്രചോദനം നൽകുന്നു. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ അപകടങ്ങളിൽ പെടാം, പല ആവശ്യങ്ങളിൽ, അതുപോലെ തന്നെ പ്രസവ സമയത്ത് ആളുകൾക്ക് ബ്ലഡിന് ആവശ്യം വരും, പല സമയത്തും വരും. അപ്പോൾ വളാഞ്ചേരി ഏരിയയിൽ ഇത്തരം ഉള്ളൊരു ബ്ലഡ് ബാങ്കിന് അതിന് നേതൃത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ അതിവിടെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ പരിഹരിക്കാൻ നടക്കാവിൽ ഹോസ്പിറ്റലിന് സാധിച്ചു എന്നതിൽ നാം വളാഞ്ചേരിക്കാരായ നമുക്കൊക്കെ വലിയ അഭിമാനമുണ്ട്. പ്രവാസികളായ ഞങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുവാറുണ്ട്. കാരണം നമ്മുടെ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടാകുമ്പോൾ പ്രവാസികൾ ഇവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സഹായ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അതുപോലെ തന്നെ എക്കണോമിക് എല്ലാ കാര്യങ്ങളിലും അവരുടെ കയ്യൊപ്പുണ്ടാകുമ്പോൾ ഈ ബ്ലഡ് ഡൊണേഷനിലും അവരുടെ കയ്യൊപ്പുണ്ടായിരിക്കുമെന്ന് ഞാൻ മുഹമ്മദ് അലി സാഹിബിനോട് പ്രത്യേകം ഞാൻ ആ ഒരു അറിയിപ്പ് ഞാൻ അറിയിക്കുകയാണ്. അവരൊക്കെ ഇവിടെയൊക്കെ ഗൾഫിൽ നിന്ന് ലീവിന് വരുന്നവരും ഇവിടെ വരുന്നവരൊക്കെ ആ കാര്യത്തിൽ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവരൊക്കെ സജീവമായിട്ട് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ എല്ലാ നിലക്കുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ നിലക്കുള്ള സപ്പോർട്ടും ഉണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള ആളുകൾക്ക് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ മാറും. അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്തിട്ടുള്ള ആ ഒരു ടീമിനെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. നടക്കാവിൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ടീമിനെ പ്രത്യേകിച്ച് നമ്മുടെ മുഹമ്മദ് സാറും അതുപോലെ തന്നെ റിയാസാവും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ദുറഹ്മാൻ, അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് അഹോരാത്ര പരിശ്രമം നടത്തിയിട്ടുണ്ട്. മനുഷ്യരോടൊക്കെ ദ റീച്ചബിൾ ഹോസ്പിറ്റൽ, സാധാരണക്കാരൻക്കും ആർക്കും റീച്ചബിൾ ഹോസ്പിറ്റൽ എന്നുള്ള ആ ഒരു കാലങ്ങളായിട്ട് ഇവിടെ ഞാനിപ്പോൾ ഡോക്ടറോട് പറയേണ്ടായിരുന്നു, ഇവിടെ ഈ ഏരിയയിൽ ആദ്യകാലങ്ങളിലൊക്കെ ആക്സിഡന്റ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നില്ല. ആക്സിഡന്റിൽ പറ്റിയുള്ള ആളുകളെ പരിഹരിക്കാൻ അതിന് നമ്മൾ നടക്കാവിൽ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആയിക്കൊണ്ട് അത് സംഘടിപ്പിച്ചു. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒരുപാട് പേപ്പർ വർക്കൊക്കെ ഒരുപാട് കടമ്പയിലൂടെ പോകണം. ആ കടമ്പൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം സുദിനം ഈ ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കാൻ നമുക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാ. ഈ ചടങ്ങിനും അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്കിനും എല്ലാവിധ ഭാവുകങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ പ്രാർത്ഥനയും നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി പ്രോഗ്രാമിന് ആശംസ പ്രിയപ്പെട്ട ബാലേട്ടൻ, പ്രിയപ്പെട്ട ഗണേഷ് ജി, പ്രിയപ്പെട്ട ഡോക്ടർ റിയാസ് സാർ, മിസ്സിസ് ഡോക്ടർ റിയാസ്, മിസ്സിസ് യഹിയ, പ്രിയമുള്ള വ്യക്തിത്വങ്ങളെ, ഏറ്റവും സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും അഭിവാദ്യം. അറബിയിൽ പറയുന്നത് അഫ്ളൽ അൽ തബറുൽ ദം, നാം രക്തദാനം ചെയ്യുന്നത് അഫ്ളലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അലൈനിലൊക്കെ വർഷത്തിൽ 2 പ്രാവശ്യം KMCCയുടെയും മറ്റു അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെയും അതുപോലെ തന്നെ ട്രാവൽ ട്രേഡ് അസോസിയേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇത്ര ഫ്രം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് മുഹമ്മദ് സാദിഖിന് ഉപഹാരം നൽകുന്നതിനായി ഡോക്ടർ മുഹമ്മദ് അലി സാറിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അബ്ദുൾ ജമാൽ. ഇതിന്റെ എല്ലാ വർക്കിലും ഹെൽപ്ഫുള്ളായി നിന്ന ജമാലിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജമാലിന് ഉപഹാരം നൽകുന്നതിനായി ഡയറക്ടർ സക്രിയ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പേര് വിളിച്ച് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ഫാരിസ്, മുഹമ്മദ് ഫാരിസ് ഉപഹാരം നൽകുന്നതിനായി ഡയറക്ടർ സക്രിയ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബയോമെഡിക്കൽ മാനേജർ മുഹമ്മദ് ഫാരിസ്.
അടുത്തതായി സ്കിറ്റാണ്. അതിനു മുമ്പായിട്ട് ഇന്നത്തെ ഈ ഒഫീഷ്യൽ മീറ്റപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി നമ്മുടെ എല്ലാം ഏറെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ബാക്ക്ബോൺ ഓഫ് ദ നടക്കാവ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ KP അവർകളെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അനു മാമിനെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ അവാർഡ് സ്വീകരിക്കുന്നതിനായി പബ്ലിക് റിലേഷൻ ഓഫീസർ ഷാൻഫിയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഡയറക്ടർ സക്രിയ സാറിനെ വേദിയിലേക്ക് ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഹൃദ്യ ഫ്രം MRD. അവാർഡ് നൽകുന്നതിനായി സക്രിയ സാറിനെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഫ്സൽ ഫ്രം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഉപഹാരം നൽകുന്നതിനായി KR ബാലേട്ടൻ അവർകളെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു റിയാസ് ഫ്രം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഉപഹാരം നൽകുന്നതിനായി KR ബാലേട്ടൻ അവർകളെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഫൈസൽ ഫ്രം ഫാർമസി. ഉപഹാരം നൽകുന്നതിനായി ഡോക്ടർ മുഹമ്മദ് അലി സാറിനെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ അവാർഡ് സെറമണി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നാബ്സ് അക്കാഡമിയുടെ മനോഹരമായ സ്കിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടതിന് ശേഷം മാത്രം പോകുക. അടുത്തതായി സ്നേഹോപകാരം സ്വീകരിക്കുന്നതിന് ലാബിൽ നിന്നും മൻസൂർ, നാബ്സ് അക്കാഡമി കോർഡിനേറ്റർ മൻസൂർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം നൽകുന്നതിനായി ഡയറക്ടർ സക്രിയ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ബ്ലഡ് സെന്ററിന്റെ HOD ഗോകുലിന് ഉപഹാരം നൽകുന്നതിനായി ഡയറക്ടർ സക്രിയ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മുഹമ്മദ് ഫാരിസ്. നമ്മുടെ നടക്കാവിലെ ഏത് സമയത്തും ഏത് എമർജൻസി ഘട്ടങ്ങളിലും അവൈലബിൾ ആകുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയർ മുഹമ്മദ് ഫാരിസിനെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം നൽകുന്നതിനായി സക്രിയ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റ് സഫ്വാനത്ത്. ഉപഹാരം നൽകുന്നതിനായി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു മാമിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജിഹാദ് ഫ്രം നാബ്സ് അക്കാഡമി. നടക്കാവ് ഹോസ്പിറ്റലിന്റെ ഏതൊരു പ്രോഗ്രാം ഏരിയയിൽ ഇത്തരമുള്ള ഒരു ബ്ലഡ് ബാങ്കിന് അതിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ അതിവിടെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ പരിഹരിക്കാൻ നടക്കാവിൽ ഹോസ്പിറ്റലിന് സാധിച്ചു എന്നതിൽ നാം വളാഞ്ചേരിക്കാരായ നമുക്കൊക്കെ വലിയ അഭിമാനമുണ്ട്. പ്രവാസികളായ ഞങ്ങളൊക്കെ ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുവാൻ